കൊച്ചിൻ ഷിപ്പ്യാർഡ് ടൈം ആൻഡ് അഗെയിൻ ഇതുപോലെ ഈ CSL മാജിക് കാണിച്ചിട്ടുള്ള, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു, അപ്പം അത് ഞങ്ങൾ CSL മാജിക് എന്നാണ് പറയുക. ആളുകൾ ചേർന്ന് ചെന്നാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്ന പോലെ യുവർ പവേഴ്സ് ആർ ഇൻഫിനിറ്റ്. ചിലരെങ്കിലും പറയും അത് സ്വാമി അങ്ങനെയൊക്കെ പറയും. സ്വാമിജി അത് വെറുതെ പറഞ്ഞല്ലോ, സ്വാമിജി അത് അതിനകത്ത് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന ഓർഗനൈസേഷൻ ഡീപ്പ് റൂട്ടഡ് വാല്യൂ സിസ്റ്റംസിലാണ് ത്രൈവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പേടിയില്ലാത്തൊരു ഓർഗനൈസേഷനാണ്, അഗ്രസീവാണ്, മാർക്കറ്റ് പ്ലേസിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഐ എം വെരി കോൺഫിഡൻറ്റ് ഓൺ മൈ പ്രൊഫഷണൽ പ്രോവസ്. എനിക്ക് എൻ്റെ സബ്ജക്ട്സും ആസ് എ നെവൽ ആർക്കിടെക്ട് എൻ്റെ സബ്ജക്റ്റും അത് കണ്ടിന്യൂവൽ ലേണിങ്ങും ഇപ്പോൾ ഇന്നും അത് നിർത്താതെ തന്നെ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ദർ വിൽ ബി സംതിങ് ന്യൂ ടു ലേൺ. ഈ CMD ആയിട്ടേ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ എടുത്ത ഒരു ബോൾഡ് ഡിസിഷൻ ആദ്യത്തെ എന്തായിരുന്നു? ഒരു മേജർ ഡിസിഷൻ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ. ഞാൻ ചാർജ് എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ സുരേഷ് ബാബു എന്ന് പറഞ്ഞ ആള് ഡയറക്ടർ ഓപ്പറേഷൻസ് ആയിട്ട് ചാർജ് എടുത്ത് വന്നു. സുരേഷ് ബാബുവും ഷിപ്പ്യാർഡിനകത്ത് വന്ന് എന്നേക്കാൾ ഏജ് വൈസും അതുവരെ എന്നേക്കാളും സീനിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഡയറക്ടർ ഓപ്പറേഷൻസ് ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വി ആർ സോൾമേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ആൾക്കാരാണ്. സുരേഷും ഞാനും കൂടെ എൻ്റെ മുറിയിൽ ഇരുന്ന് വി സെഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫുൾ ബിലീഫ് ഫോർ ദ ഷിപ്പ്യാർഡ് വിൽ കം ഔട്ട് ഓഫ് ദിസ് എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്ത്. അന്ന് ആൾക്കാർക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അന്നത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ കരംബീർ സിംഗ്, അദ്ദേഹം ഇന്ന് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ഇന്നും ഉള്ള ഹൈലി റെസ്പെക്റ്റഡ് ഓഫീസറാണ്. അവരെല്ലാവരും വിചാരിച്ചത് ഇത് എവിടെ എത്തിയിട്ടില്ല ഈ ഷിപ്പ് ഇനി ഒരുപാട് സമയമെടുക്കും. ആ ഒരു പോയിന്റിൽ ഞാനും സുരേഷ് ബാബുവും ഞങ്ങൾ ആ റൂമിൽ മീറ്റ് ചെയ്ത് there were people who were advising us ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഇത്രയും തിരക്ക് പിടിച്ചു. അന്ന് ഓർഡർ ഉണ്ട്. ഷിപ്പ് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ ആ ഷിപ്പ് ഡെലിവറി ചെയ്യണമല്ലോ. ഷിപ്പ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അതെ എക്സാക്ട്ലി. അപ്പൊ അതിൻ്റെ മീതെ ഒരു ക്ലാരിറ്റി വരാത്തതും പലരും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുണ്ട്, നേവിക്കകത്തുണ്ട്, നേവിയിലുള്ള പല തലത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. ബട്ട് ഓൾ ഇൻ ഓൾ we took the decision that come what may, this ship will be delivered at the fastest. ഞങ്ങൾ അന്ന് നമ്മളെടുത്ത തീരുമാനം ഇതാണ്, ദിസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് എഫേർട്ട്. ആര് വേണമെങ്കിൽ എന്ത് വേണേലും പറയും, എന്ത് ബ്ലോക്കേജ് വന്നാലും വി വിൽ ഓവർകം ദറ്റ്. ബട്ട് ബിക്കോസ് വി ടുക്ക് ദറ്റ് കോൾ ദാറ്റ് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഷിപ്പ്, ഇത് ഭാരതത്തിൻ്റെ പ്രൈഡാണ്. ആ പ്രൈഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വേറൊരു തലത്തിലെത്തും. അത് പീപ്പിൾ വർ വർക്കിംഗ് ഓൺ ഇറ്റ്. പക്ഷേ ആൾക്കാർക്ക് ഇതെന്നാ തീരുക, എവിടെ ഒരു കൃത്യതയില്ലാതെ മൂവ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ കൃത്യത വളരെ ക്ലിയർലി വന്നത് ആ സമയത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ആ തീരുമാനം ഒരുപാട് പേരായിട്ട് ബാക്ക് എൻഡിൽ നമ്മുടെ ഫുൾ ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഷിപ്പ് ഫൈനലി നമ്മൾ ഡെലിവർ ചെയ്ത് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എഗൈൻ പേര് പറയുന്നില്ല, ഒരു സീനിയർ വൈസ് അഡ്മിറൽ ലെവലിലുള്ള ഒരു ഓഫീസർ പറഞ്ഞു, ഞങ്ങൾ ആക്ച്വലി വിചാരിച്ച ഇനിയും ഒരു 2.5-3 വർഷമെങ്കിലും എടുക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. ആ കപ്പൽ വന്നത് അതിൻ്റെ ജസ്റ്റ് സീ ദ കൈൻഡ് ഓഫ് ബിലീഫ് ഇസ് ഗിവൺ ഫോർ ഇന്ത്യ. കൊച്ചിൻ ഷിപ്പ്യാർഡിന് മാത്രമല്ല, കാരണം വിക്രാന്ത് എന്ന് പറയണത് ഇന്ത്യയുടെ ഒരു പ്രൈഡ്. ഞാൻ എപ്പോഴും ആ ഷിപ്പ് അവസാനം കമ്മീഷൻഡ് ആയ ടൈമിൽ ഭവൻ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്ന് കണ്ടിരുന്നു. ആ കുട്ടികളാണ് ഐ തോട്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്,
അവർക്കുണ്ടായ ഒരു വിശ്വാസം അവര് ഇത് ദിസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇന്ത്യ എന്നുള്ള ബിലീഫ് ഉണ്ടല്ലോ, ആ യങ് ഏജിൽ വരുന്ന ബിലീഫ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു മേജർ ഡിസിഷൻ ഈ എയർക്രാഫ്റ്റ് കാരിയർ വേറെയും സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. നമ്മുടെ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO, see, we were instructed by the ministry, the government, that 25% IPO-ലേക്ക് മൂവ് ചെയ്യണം. അതിന് വളരെ ലിമിറ്റഡ് ഒരു ടൈം ആയിരുന്നു. ഒരു നോർമൽ IPO-ൻ്റെ ഒരു ടൈമായിട്ട് വളരെ ലിമിറ്റഡ് ഒരു ടൈം. നമ്മുടെ മുമ്പിലുള്ള എന്തൊക്കെയാണ് ഇഷ്യൂസ്? ഒന്ന്, നമ്മുടെ സൊസൈറ്റിയിലും ട്രേഡ് യൂണിയൻസിലും പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സ്വകാര്യവൽക്കരണം എന്നുള്ളൊരു പോയിന്റാണ് ഉണ്ടായിരുന്നത്. അവിടെ അവരെ കൺവിൻസ് ചെയ്ത് കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് വിച്ച് വുഡ് ഹാഡ് ബീൻ വെരി ഡിഫിക്കൽട്ട്. അതുകൂടാതെ ഈ IPO വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യണം. വേൾഡ് വൈഡ് മാർക്കറ്റ് ചെയ്യാൻ എഗെയിൻ ഞാൻ ഈ ഇൻസ്ട്രക്ഷനുമായിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്നു, സീനിയർ ഗ്രൂപ്പിനെ വിളിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കിട്ടുന്ന അതെങ്ങനെയത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ IPO ഇതാരും മേടിക്കുക, ഇതെങ്ങനെ നമ്മൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? റോഡ് ഷോ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാരും മേടിക്കുക ഷെയർ? ദെൻ ഇറ്റ് ടുക്ക് 2 hours ടൈം ഇൻ മൈ റൂം. പക്ഷെ ഞങ്ങളെല്ലാ 2 മണിക്കൂർ ഉള്ളൊരു ഡിസ്കഷൻ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഫുൾ എനർജി ആയിരുന്നു ആൾക്കാർക്ക്. ആ ഫുൾ എനർജി പലർക്കും അറിയില്ല. ഞങ്ങൾ US-ലടക്കം റോഡ് ഷോയും സെയിലും നടത്തിയ ഇന്നും കാണുന്ന പല IPO റെഗ് 144A US സെക്യൂരിറ്റീസിൻ്റെ റെഗുലേഷനുകളെയും കംപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളോട് എല്ലാവരും പറഞ്ഞു അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്, അമേരിക്കയിൽ ചിലപ്പോൾ ലീഗൽ ആക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. Then we decided that we will do it that way because then it will be best in class, the highest grade. And generally ഒരു പബ്ലിക് സെക്ടർ ഷെയർ ആയിട്ട് വരുമ്പോൾ എല്ലാവരും വിചാരം അത് നടന്നില്ല എന്നുണ്ടെങ്കിലും ബാക്ക് എൻഡിലും ആൾക്കാർ പറയും അത് LIC GIC-നെ കൊണ്ടൊക്കെ മേടിപ്പിച്ചോളാം എന്ന് ഇതാണല്ലോ പറയുന്നത്. ആ IPO പ്രോസസ്സിൽ നമ്മൾ മൂവ് ചെയ്ത് ഐ സ്റ്റിൽ റീകോൾ, എനിക്കത് ബോംബെ താജിൽ വെച്ച് നടക്കുന്ന റോഡ് ഷോസിൽ ഐ കുഡ് ആക്ച്വലി ഫീൽ ദറ്റ് നമുക്കിങ്ങനെ കാണാം ആ എനർജി ഇൻ ദ ക്രൗഡ് ദറ്റ്സ് കമ്മിങ്. അപ്പോഴാണ് ഇവരൊക്കെ തിരിച്ചറിയുന്നത് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നും ഈ സ്ഥാപനത്തിനെ പറ്റി സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അത് സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥാപനം കയ്യിലുണ്ടെന്നുള്ളത് വളരെ ക്ലിയർലി വിശ്വസിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതുപോലെ ഐ കുഡ് കൺവേ ഇറ്റ് പ്രോപ്പർലി ഓൾസോ. പക്ഷേ ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഞങ്ങൾ 76 times ആണ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയത്. വിത്തൗട്ട് അത് നോക്കിയാൽ കാണാം, വിത്തൗട്ട് എ GIC ഓർ LIC, ക്ലീൻ മാർക്കറ്റ് പ്ലേസ് ഇതാണ് ചെയ്ത്. ഇന്നത്തെ ഇതിനകത്ത് കാണുന്ന പോലെയല്ല, അന്ന് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഞങ്ങൾ ഹോങ്കോങ്ങിൽ ചെന്ന് ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ അവരാദ്യം ദേ വർ നോട്ട് ഈവൻ വില്ലിംഗ് ടു മീറ്റ്. അതായത് ഞങ്ങൾ ഗവൺമെൻറ് കമ്പനീനെ നോക്കുന്നേ ഇല്ല. ബട്ട് ദെൻ ഐ സെഡ് ക്യാൻ വി ഹാവ് എ കപ്പ് ഓഫ് കോഫി അറ്റ്ലീസ്റ്റ്. അവർ സംസാരിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദേ കെയിം ഡൗൺ വിത്ത് സോസ് ഓഫ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. കാരണം മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അത്ര നന്നായി നോക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ പരിഭവം. ബട്ട് യു ഗൈസ് ആർ വെരി ഡിഫറെൻറ്റ്. എപ്പോഴും ഞങ്ങൾ വരുമ്പോൾ സ്റ്റേ ഇൻ ടച്ച്. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് യു ഗൈസ് ആർ വെരി ഡിഫറെൻറ്റ്. സോ ഇതെല്ലാം നമുക്ക് ഇത് വരുന്നത് എവിടുന്ന ഇതെല്ലാം വരുന്നത് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ. അപ്പോൾ ദീസ് ആർ അഗെയിൻ ഞാൻ പറയണ എനിക്ക് ഈച്ച് ഡിസിഷൻ ആൻഡ് ഈച്ച് ആക്ഷൻ ഹാസ് ഓൺലി ടേക്കൺ ദിസ് എവല്യൂഷൻ ഇൻറ്റു എ ബെറ്റർ തിങ്. വീണ്ടും ആ നമ്മൾ വന്ന വഴിയും നടക്കുന്ന വഴികളും ശരിയാണെന്നുള്ളതിൻ്റെ തോട്ട് പ്രോസസ്സാണ് വീണ്ടും. ഈ INS വിക്രാന്തിൻ്റെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്തത് എന്തായിരുന്നു? INS വിക്രാന്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ചാലഞ്ച് ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ ചാലഞ്ചിൽ ടെക്നോളജിക്കലി തന്നെ ഒരുപാട് കാര്യത്തിൽ ചാലഞ്ചിങ് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രോബബ്ലി മോർ ദാൻ ദ ചാലഞ്ച് എനിക്ക് തോന്നുന്നത് എഗെയിൻ അവിടെ ഒരു ബിലീഫിൻ്റെ പ്രശ്നം തന്നെ. ഒരു പോയിന്റ് ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതിനകത്ത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്.
ലാർജ്ലി ഇന്ത്യൻ നേവി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, പിന്നെ പ്രൈം ആയിട്ടുള്ള കമ്പനീസ്, ഏത് പ്രൈം സപ്ലയേഴ്സും ഭാരത് ഇലക്ട്രോണിക്സ്, BHEL, ലാസൻ ആൻഡ് ടൂബ്രോ, ഏതാണ്ട് 550 കമ്പനികൾ ഇൻവോൾവ്. ഈ 550 കമ്പനികളിൽ ഒരുമിച്ച് വിശ്വാസം വരുത്തി ഇത് ഒരു ടൈമിലേക്ക് തീർത്ത് ഇത് ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നത്, അത് ഒരു ത്രഷോൾഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കണ്ടത് ദെൻ ദ എനർജി വാസ് വെരി സ്ട്രോങ്. ബിക്കോസ് പീപ്പിൾ എല്ലാവർക്കും ഒരു ഇത് മനസ്സിലായി, ഇത് ശരിക്കും ഒരു ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് ആണ്. അപ്പൊ അതിനോട് ഞാനും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വീണ്ടും പലപ്പോഴും നമ്മൾ ആലോചിക്കണം, വിക്രാന്ത് പോലെ നമ്മൾ എല്ലാ പ്രോജക്ട്സിലും എല്ലാ കാര്യത്തിലും കാണുന്നത് ആളുകൾ ചേർന്ന് ചെന്നാൽ സ്വാമി വിവേകാനന്ദൻ പറയുന്ന പോലെ യുവർ പവേഴ്സ് ആർ ഇൻഫിനിറ്റ്. ചിലരെങ്കിലും പറയും അത് സ്വാമി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പക്ഷെ തിരിഞ്ഞ് ആലോചിച്ചാൽ നമ്മളതിനെ ചെറുതാക്കിയ സ്വാമി അങ്ങനെയൊക്കെ പറയും എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വി ആർ ഡിഗ്രേഡിങ് സ്വാമി വിവേകാനന്ദ അല്ലേ. സ്വാമിജി അത് വെറുതെ പറഞ്ഞല്ലോ, സ്വാമിജി അത് അതിനകത്ത് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ടാഗോർ പറഞ്ഞ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവേഴ്സ് അൺലിമിറ്റഡ്. ആ അൺലിമിറ്റഡ് പവേഴ്സ് ട്രിഗർ ചെയ്യാൻ ദർ ആർ സർട്ടൻ ടൈംസ് ഇറ്റ് ഗെറ്റ്സ് ട്രിഗേർഡ്. വിക്രാന്തിൽ അത് ട്രിഗേർഡ് ആയത് ആ പവേഴ്സ്. പിന്നെ ഇഷ്യൂസ് ഒന്നും ഒരു പ്രശ്നമല്ല. എന്ത് പ്രോബ്ലം വന്നാലും ആ പ്രോബ്ലം എന്താ സോർട്ടഡ് ഔട്ട് ആവാത്ത എന്നുള്ളതാണ് ആൾക്കാർ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു. കോവിഡ് ടൈമിൽ നിന്നിട്ടാണ് ഇപ്പോൾ BHEL എഞ്ചിനീയേഴ്സൊക്കെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ദേ വർ നോട്ട് ഗോയിങ് ഹോം, ദേ വർ സ്റ്റേയിങ് ഹിയർ. ഇവിടെ നിന്ന് കോവിഡ് ടൈമിലാണ് നമ്മൾ ഷിപ്പ് ട്രയലിന് എടുക്കുന്നത്. ഷിപ്പിലേക്ക് എക്യുപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പ്ലെയിൻ, നേവിയുടെ സ്പെഷ്യൽ പ്ലെയിൻ പോയി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എക്യുപ്മെൻറ്റ് എടുത്തു വരികയാണ്. ഒരാളെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആളെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, കാരണം എല്ലാവരും കൂടെ സിംഗിൾ ഫോക്കസ് ആയിട്ടാണല്ലോ. നമ്മൾ ഈ കൊച്ചുകുട്ടിയോളം മറ്റൊരു ലെൻസ് വെച്ചിട്ട് സൂര്യരശ്മി പഞ്ഞിനെ കത്തിക്കുന്ന പോലെ, അത് വെറുതെ എന്നാൽ പഞ്ഞ് കത്തില്ലല്ലോ, പക്ഷെ അതിനെ പ്രോപ്പർലി ചാനലൈസ്ഡ് സെയിം സൂര്യരശ്മിയാണ്. വെറുതെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും ഇല്ല, പക്ഷെ പ്രോപ്പർലി ചാനലൈസ്ഡ് ഇറ്റ്സ് ഫയർ. നമ്മുടെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്. ആ ഫയർ ഒരുമിച്ച് നമുക്ക്, പക്ഷെ അത് എല്ലാ സമയത്തും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞ സമയത്തേക്ക് പോകും. കൂടുതൽ നേരം നമുക്ക് ഇതുപോലെ ചേർന്ന് നിൽക്കാൻ പറ്റും. എഗെയിൻ കമ്മിങ് ബാക്ക് ടു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അത് ഒരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള, അതിനെയാണ് ഞങ്ങൾ CSL മാജിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. CSL മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവസാനം പറയും ഇതെങ്ങനെ നടക്കുന്നത്. ഇപ്പം ഈ അഡ്മിറൽ കരംബീർ സിംഗ്, അഡ്മിറൽ KB സിംഗ് എന്ന് പറഞ്ഞ വൈസ് അഡ്മിറലായിരുന്ന സമയത്ത് ഷിപ്പ്യാർഡിൽ ഈ കപ്പലിൽ വിക്രാന്തിൽ ഏതാണ്ട് 2300 കിലോമീറ്റർ ഇലക്ട്രിക്കൽ കേബിൾസ് ഉണ്ട്. അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 120-130 കിലോമീറ്ററേറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. 2300 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ 130 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയുള്ള മാസങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇത് നമ്മളൊരു 170-80-100 കിലോമീറ്റർ ഒരു മാസം ചെയ്താൽ മാത്രമേ ഈ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്ത്യയിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് 30 കിലോമീറ്ററൊക്കെയാണ് ഒരു മാസം. അപ്പോൾ 30 കിലോമീറ്റർ എവിടെ കിടക്കണു, 100 കിലോമീറ്ററിലും ഇത് എവിടെ കിടക്കുന്നു. അപ്പം ഞങ്ങൾ ദ എൻറ്റയർ ടീം അഷ്വർ ചെയ്യാണ്, ഇല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഞങ്ങൾ വേറെ കപ്പലുകളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, 70 കിലോമീറ്ററൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞു, മധു ലെറ്റ്സ് വാക്ക് ദ ടോക്ക്, ഐ വിഷ് യു ഗുഡ് ലക്ക്. അത് പക്ഷേ അന്നും പുള്ളിക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മൾ കണ്ടിരുന്നത്. അത്രയും സപ്പോസ് സംബഡി ഹാഡ് ടോൾഡ് us ഇല്ല അത് നിങ്ങൾ നടക്കില്ല, നിങ്ങൾ ചെയ്യേണ്ട, ഇത് നടക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ വിശ്വാസമുള്ളവർ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിലും ലെറ്റ്സ് വാക്ക് ദ ടോക്ക്, ഐ വിൽ കം ബാക്ക് അഗെയിൻ. ഞങ്ങൾ ശരിക്കും മാസം 130 കിലോമീറ്റർ വരെ ചെയ്തു. ആ പ്രോസസ്സ് എല്ലാം. അപ്പോൾ വെൻ വി മൂവ് ഫോർവേഡ്, അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നപ്പോൾ ഇത് തളർന്നിരിക്കുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ
വീണ്ടും ഇനീഷ്യലി ഒരു തളർച്ചയെല്ലാം വന്നതെന്നുണ്ടെങ്കിലും ദെൻ കോവിഡ് വാസ് ഓൾസോ ഓവർകം. അപ്പോൾ വെൻ യു ഹാവ് എ ഫോക്കസ്ഡ് ഒരു പ്രൈഡുള്ള, അല്ലെങ്കിൽ നമുക്ക് ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് ആരുടെ മുമ്പിൽ മോശക്കാരാവാൻ ഇഷ്ടമല്ല. അപ്പം നമുക്ക് ആരുടെയും മുമ്പിൽ ആരും മോശം ആൾക്കാരൊന്നും ഇല്ലല്ലോ. പക്ഷെ അതിന് കറക്റ്റായിട്ടുള്ള ലക്ഷ്യബോധങ്ങളും കറക്റ്റായിട്ടുള്ള ട്രിഗേഴ്സും ഒരു വൺ അപ്പ് മാൻഷിപ്പൊന്നും ഇല്ലാതെ നമുക്കൊരു ഒരു എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ടൈം ആൻഡ് അഗെയിൻ ഇതുപോലെ ഈ CSL മാജിക് കാണിച്ചിട്ടില്ല. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു, അപ്പോൾ അത് ഞങ്ങൾ CSL മാജിക് എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പറയുന്നത് ഒരുപാട് മാജിക്കിൽ മാത്രം ആവരുത്, കുറേയും സസ്റ്റെയിൻഡ് ആയിട്ട് നമുക്ക് നേരത്തെ പ്രോസസ് ആൻഡ് സിസ്റ്റംസ് പറഞ്ഞല്ലോ അതിൽ. കാരണം ഇന്നത്തെ ഒരു യങ്ങർ ജനറേഷൻ, യങ്ങർ എന്ന് ഞാൻ പറയുന്നത് ലാസ്റ്റ് 10 to 12 yearsൽ വന്നിരിക്കുന്ന ജനറേഷൻ, ഒരു കുറച്ചുകൂടി ഡിഫറെൻ്റ്ലി വയേർഡ് ആണല്ലോ. ഒരു ബ്ലിങ്കറ്റ് എന്ന് വരുന്ന ആൾക്കാരാണ്. അതായത് ബ്ലിങ്കറ്റ് എന്ന് ഞാൻ പറയുന്നത് അവരുടെ തോട്ട് പ്രോസസ്സിൽ തന്നെ ആലോചിക്കുമ്പോൾ അപ്പം നടക്കണം, അങ്ങനെയാണല്ലോ. അതിന് വെയിറ്റിങ്ങിന് റെഡിയല്ല. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈവൻ ബ്രെയിനിലെ ഹാർഡ് വയറിങ് പോലും കുറച്ച് മാറിയിട്ടുണ്ടാവും. അത് മാറുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ റിഫ്ലക്ഷനാണ് നമ്മളെല്ലാവരും ബേസിക്കലി. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ വന്നിരിക്കുന്നത് എഗെയിൻ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഈ ഒരു ജനറേഷൻ ഓഫ് ആൾക്കാർ ദേ പേരൻസ് ആർ മച്ച് മോർ റിച്ചർ ദെൻ അവർ പേരൻസ്. അപ്പോൾ അവർ കുറേയുടെയും ഒരു ബെറ്റർ ഓഫ് ഭാരതത്തിലാണല്ലോ അവർ ജനിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് ഞാൻ പണ്ട് കൽക്കട്ടയിലെ സ്റ്റേഷനിൽ പോയി കിടന്നിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നൊന്നും പറയുന്നതിൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് അത് മനസ്സിലാവാൻ നമ്മളത് പറയുന്നതിലും കാര്യമില്ല. സോ ഐ തിങ്ക് ദേ ആർ മച്ച് മോർ ഇപ്പം അവർ കാണുന്നത് IRTC വഴി ടിക്കറ്റ് എടുക്കുന്നതും മൊബൈലിൽ നിന്ന് കാര്യങ്ങൾ നടക്കുന്നതല്ലേ. അപ്പോൾ ഐ തിങ്ക് വി മസ്റ്റ് ആക്ച്വലി ബിൽഡ് അപ്പ് ആ പ്രോസസ് ആൻഡ് സിസ്റ്റംസ് തന്നെ. ഇനി സിസ്റ്റമിക് ആയിട്ടുള്ളൊരു ഇതിലേക്ക് തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സ്പീഡ് ഓഫ് ആക്ഷൻ, ആ ഒരു സ്പീഡ് ഓഫ് ആക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു യങ്ങർ ജനറേഷൻ അവർക്ക് ഇഷ്ടാവില്ല. അത് അവർ ആ സ്പീഡിലാണ് ത്രൈവ് ചെയ്യുന്നത്. ഈ CMD ആകും എന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഇന്ത്യയൊക്കെ CMD ഒക്കെ ആവണം. ഞാൻ ഒരിക്കലും ഒരു പദവി അങ്ങനെ വിചാരിച്ചിട്ടല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആസ് യു മൂവ് ഫോർവേഡ് കണ്ടിന്യൂസ്ലി ബെസ്റ്റ് എഫേർട്സ് ഇടാറുണ്ട്. ഒരിക്കലൊരു ഫിയർ ഇൻ ദ മൈൻഡ് ഇല്ലായിരുന്നു. അത് പ്രോബബ്ലി എൻ്റെ അപ്ബ്രിങ്ങിങ് ആയിരിക്കും. അതായത് ഫിയർ. ഇപ്പോൾ യൂറോപ്പിൽ ചെല്ലുന്നു, യൂറോപ്പിൽ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ LNG ഷിപ്സ് പണിയണം എന്ന് പറഞ്ഞു. LNG ഷിപ്സ് ഇന്ത്യയിൽ പണിയാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു വൈ LNG ഷിപ്സ് പണിയാം. കോൺഫിഡൻസ് വാസ് വെരി സ്ട്രോങ്. ഭയങ്കര ശക്തമാണല്ലോ, ഇതെന്തേ നമുക്ക് ചെയ്തുകൂടാ. അതാണ് ഇതെന്താ ബാക്കിയുള്ളവർ ചെയ്യുന്നല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇത് പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി ആളാവാനൊന്നും നിൽക്കാറില്ല. ഞാൻ മുമ്പിൽ നിൽക്കാറുമില്ല. ഞാൻ പണ്ട് തൊട്ടേ I have been more comfortable when things get done and I am part of the team. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ഇതെല്ലാം സാധിക്കും. അതിന് ഒരുപാട് പേര് ഒന്ന് ചേർന്ന് നിന്നാൽ മതി. നല്ല കുറേ ആൾക്കാർ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാം എന്നുള്ളതും അത് പ്രോബബ്ലി എനിക്ക് വേണം ഞാൻ പഠിച്ചു വന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ ഫീൽ. ഞാൻ ഐ സ്റ്റഡീഡ് ഇൻ എറണാകുളത്ത്. ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ് വരെ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് 10ാം ക്ലാസ് വരെ എറണാകുളത്തെ അന്നത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഏറ്റവും തല്ലിപ്പൊളി സ്കൂൾ എന്ന് പറഞ്ഞിരുന്ന സെയിൻറ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ. ബട്ട് ദാറ്റ് സ്കൂൾ ഈസ് എ ഗ്രേറ്റസ്റ്റ് സ്കൂൾ. അതാണ് സ്കൂള്. അങ്ങനെ ആയിരിക്കണം ഒരു സ്കൂള്. ആ സ്കൂളെന്ന് പറഞ്ഞാൽ ആ സ്കൂള് പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് അല്ല, ആ സ്കൂള് പഠിപ്പിക്കുന്ന ലൈഫാണ്. അവിടെ നമ്മുടെ കൂടെ
എറണാകുളത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാരുണ്ട്. ആ റിച്ചസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഹെഡ് ലോഡ് വർക്കറിന്റെ മക്കളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമ്മളും ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും ഇപ്പോഴും ആ സ്കൂൾ മേറ്റ്സ് ആർ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജിലെ 2 വർഷം. അപ്പോൾ മഹാരാജാസ് വലിയ കോളേജാണ്, ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ്. അന്ന് പ്രീ ഡിഗ്രിയാണ്. ഇന്നത്തെ +2 അല്ലല്ലോ, പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഇതൊരു ഫ്ലോ ആണ്. ആ ഫ്ലോയിൽ what best you can do and you know that you can actually do good. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇൻഫീരിയോറിറ്റി ഇല്ല, സുപ്പീരിയോറിറ്റി ഇല്ല, രണ്ടും ഇല്ല, ഒരു കോംപ്ലക്സും ഇല്ല. കോംപ്ലക്സിന്റെ അതാ ഞാൻ ഇപ്പൊ യൂറോപ്പിൽ പോയി ഞങ്ങള് തമാശക്കാണെങ്കിൽ പറയാറുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് കൽക്കട്ടയിൽ ട്രെയിനിങ്ങിന് പോയി, അക്കോമഡേഷൻ കിട്ടിയില്ല. അപ്പോൾ സ്റ്റേഷനിൽ ബെഞ്ചിൽ കിടന്ന് ഒരു രാത്രി. അതും ഓക്കെയാണ്. പോഷസ്റ്റ് 5-star ഹോട്ടൽ ഇൻ യൂറോപ്പ്, അതും ഓക്കെയാണ്. ഇതിലും നമുക്കിപ്പോൾ അതും വേണമെന്നില്ല, ഇതും വേണം. ഇറ്റ് ഈസ് ഓൾ ഓക്കെ ആസ് യു മൂവ് ഫോർവേഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ആൾക്കാരും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരും അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ വി സീ എ ലോട്ട് ഓഫ് ഫൈൻ പീപ്പിൾ ഇൻ അവർ ലൈഫ്. പക്ഷേ ഈ ഫൈൻ പീപ്പിൾ ആവുന്നത് നമുക്ക് വേണ്ടി അത് വേണ്ടി ഉള്ളപ്പോൾ നമ്മൾ മനസ്സും ഒരു ലേണിംഗ് മോഡിൽ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാളെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് എല്ലാവരും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയ സമയത്തെല്ലാം അത് ദാറ്റ് വാസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ എപ്പോഴും ഒരു മാക്രോ അപ്രോച്ച് എടുക്കാറുണ്ട്. ഒരു ലാർജ്, ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്നും എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൺട്രിയുടെ GDP. പണ്ട് തൊട്ടേ കോളേജിൽ ജോയിൻ ചെയ്യുന്ന ടൈം തൊട്ട് അന്നത്തെ ബിസിനസ് ഇന്ത്യ, എൻ്റെ സ്റ്റാൻഡേർഡ് ബിസിനസ് ഇന്ത്യ കവർ ടു കവർ ഞാൻ വായിക്കുമായിരുന്നു. അതെല്ലാം അത് നമ്മുടെ സബ്ജക്റ്റ് ഒന്നും അല്ലാത്ത സബ്ജക്ട്സ്, ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം ഇറ്റ് വാസ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരു ഓവറോൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ തന്നെ വന്നിട്ടുള്ളതുകൊണ്ട് ഈ ബിസിനസ്സിൽ പല കാര്യങ്ങളും വരുമ്പോൾ നമുക്കിത് ചെയ്യാം, ഇത് ചെയ്യാൻ എന്താ പ്രോബ്ലം, ഇത് ചെയ്യാൻ നമുക്ക് പറ്റും. അറ്റ് ദ സെയിം ടൈം വി വർ ട്രൈങ് ടു ബി പ്രാക്ടിക്കൽ ഓൾസോ. വി വർ വെരി ക്ലിയർലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. അതായത് റിസ്ക് എടുക്കണം, പക്ഷേ ഞാൻ എപ്പോഴും ഷിപ്പ്യാർഡിൽ പറയാൻ, ചെറിയൊരു മുറിവും ഒരു വരലിൽ കട്ടൊക്കെ വരുന്ന റിസ്ക് നമ്മൾ എടുക്കണം. തല പോകുന്ന റിസ്ക് നമ്മൾ എടുക്കില്ല. ഇഫ് ഇറ്റ് ഈസ് 100% ഷുവർ ദാറ്റ് യു ലൂസ് യുവർ ഹെഡ്, അതിനെ റിസ്ക് എന്നല്ല പറയുന്നത്, അതിനെ റിസ്ക് അത് മണ്ടത്തരം എന്നാ പറയുക. അപ്പോൾ പ്രൊഫഷണലി ഡീപ്പ് ആയിട്ട് തന്നെയാണ്. സോ ഐ എം വെരി കോൺഫിഡൻറ്റ് ഓൺ മൈ പ്രൊഫഷണൽ പ്രോഗ്രസ്. എനിക്ക് എൻ്റെ സബ്ജക്ട്സും ആസ് എ നെവൽ ആർക്കിടെക്ട് എൻ്റെ സബ്ജക്റ്റും അത് കണ്ടിന്യൂവൽ ലേണിങ്ങും ഇപ്പോൾ ഇന്നും അത് നിർത്താതെ തന്നെ ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ദർ വിൽ ബി സംതിങ് ന്യൂ ടു ലേൺ. അത് ഇപ്പോൾ ആസ് എ നേവൽ ആർക്കിടെക്ട് ഓർ എ ഷിപ്പ് ബിൽഡർ, ഷിപ്സിൽ മാത്രമൊന്നുമല്ല, അത് ഏത് ഫീൽഡിൽ വന്നു കഴിഞ്ഞാലും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ AI ട്രാൻസ്ഫോർമേഷൻ ഞാൻ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് മാത്രമല്ല, സോ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനും ടൂൾസ് യൂസ് ചെയ്യാനും. അപ്പോൾ കണ്ടിന്യൂസ്ലി ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോണിൽ ഐ എം ഓൺ എ പെയ്ഡ് GPT, അല്ലാതെ ഫ്രീ എന്നല്ല, പൈസ കൊടുത്ത് തന്നെ എന്ത് പുതിയതിലേക്കും അതിലേക്ക് ചെല്ലാൻ റെഡിയാണ്. എന്ത് പുതിയതിലേക്കും ചെല്ലും. അതെല്ലാം. സോ ദാറ്റ് വാസ് വൺ പാർട്ട് വിച്ച് വാസ് വെരി സ്ട്രോങ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഷിപ്പ്യാർഡിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ യൂറോപ്പിലോ നമ്മൾ ജാപ്പനീസ് ഫ്രണ്ട്സും, ആൻഡ് ദെൻ വി റിയലൈസ് ദാറ്റ് നമ്മൾ പറയുന്നില്ല, പക്ഷെ ദെൻ പ്രോബബ്ലി വി ആർ ബെറ്റർ ദാൻ ദം 1-to-1. നമുക്ക് അവരെക്കാളും നമുക്ക് കാര്യങ്ങളും അറിയാം, നമുക്ക് ചെയ്യാൻ പറ്റും. മേ ബി നമ്മുടെ ആംബിയൻസിൽ നമുക്കത് ചില പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ കോൺഫിഡൻസ് വാസ് സ്ട്രോങ്. ഫിയർ എന്ന് പറഞ്ഞുള്ളൊരു കാര്യം വരാറില്ല. പിന്നെ ആദ്യം ചോദിച്ചല്ലോ സ്പിരിച്വൽ ഉണ്ടോയെന്ന്. സ്പിരിച്വൽ എന്നുള്ളതാണ്, അവിടെ വിശ്വാസങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അവിടെ എൻ്റെ ഷിപ്പ്യാർഡിൽ എൻ്റെ മുമ്പിൽ
ഉള്ള പ്ലാക്ക് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓ അപ്പോൾ അത് എനിക്ക് കാണാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്, വരുന്നവർക്ക് കാണാൻ വേണ്ടിയല്ല, എനിക്ക് കാണാൻ വേണ്ടി വെച്ച്. അപ്പം അതിൻ്റെ ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഹെൽഡ് ഹൈ. അപ്പോൾ മനസ്സിൽ പേടി, മനസ്സിനെ വേറെ ആർക്കെങ്കിലും പേടിപ്പിക്കാൻ പറ്റുമോ? പേടിച്ചു കഴിഞ്ഞാൽ വേറെ വല്ലവർക്കും നമ്മുടെ പേടി മാറ്റാനും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമുക്ക് മാത്രമേ നമ്മുടെ പേടി മാറ്റാൻ പറ്റുള്ളൂ. പേടി വരുന്നത് എവിടുന്ന്? പേടി വരുന്നത് വെൻ യു ഡു സംതിങ് റോങ്. തെറ്റ് ചെയ്തില്ല, തെറ്റ് ശരി എന്നുള്ള ഈ ഫ്രെയിം വർക്കിനെ ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്നുള്ള ഫ്രെയിം വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തെറ്റ് ശരി എന്ന് പറയുമ്പോൾ മാത്രമാണല്ലോ. സോ ഇഫ് ഇൻ യുവർ മൈൻഡ് ഐ ഗോ ബൈ, ഞാൻ എപ്പോഴും പറയണേ കോൺഷ്യൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന മനസ്സാക്ഷി. മനസ്സിനകത്ത് ഒരു സാക്ഷി ഉണ്ടല്ലോ. ഏത് ലോകത്തിലെ ഏത് ലീഗൽ ഫ്രെയിം വർക്ക് എടുത്താലും ഒരു ഒത്തന്റിക് വിറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ കേസ് തീരും അല്ലേ? അങ്ങനെ ഒരു വിറ്റ്നസ്, അങ്ങനെ ഒരു സാക്ഷി നമ്മുടെ കൂടെ ഫുൾ ടൈമാണ്. 100% ടൈം ആ സാക്ഷി നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ സാക്ഷി കാണുന്ന സാക്ഷി മാത്രമല്ല, ഐ വിറ്റ്നസ് അല്ല, തോട്ട് വിറ്റ്നസ്സും കൂടി, നമ്മുടെ ചിന്തകളുടെയാണ് ഈ സാക്ഷിയാണ്. അപ്പോൾ നമ്മൾ കവി പാടിയ പോലെ മനസ്സാകുന്ന മണിമന്ദിരത്തിൽ കുടിയിരിക്കുന്ന ഈശ്വരനെ തൊഴണം എന്നല്ല പറയുന്നത്. അപ്പൊ ആ ഈശ്വരനെയാണെന്ന് ഞാൻ തൊഴുന്നത്. അപ്പൊ ആ മനസ്സിന്റെ സാക്ഷി, മനസ്സാക്ഷി പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ആ മനസ്സാക്ഷിനെ നീ അവിടെ മാറിയിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ all I have tried to do is I go with my മനസ്സാക്ഷി. റിഗ്രറ്റ്സ് വേണ്ട. ഇപ്പൊ നാളെ ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്യണമായിരുന്നു, അത് ചെയ്യാമായിരുന്നു, അങ്ങനെയെല്ലാം ചിലപ്പോൾ ആലോചിക്കും. പക്ഷെ അതിൽ റിഗ്രറ്റ് ഇല്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഇതിൽ അതാണ് ചെയ്തത്, മനസ്സാക്ഷി പറഞ്ഞ അനുസരിച്ചാണ് ചെയ്തത്. സോ ദിസ് ഈസ് വൺ പാർട്ട് വിച്ച് ഈസ് ഗൈഡഡ് ഇൻ ലൈഫ്. ടാഗോർ എഴുതിയിരിക്കുന്ന ഗീതാഞ്ജലിയിലെ എല്ലാ വേർഡ്സും എനിക്ക് എൻ്റെതായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്.